ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിലേവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 തീമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതും അല്ല. വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണല്ലോ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യൻ ഈ ലോകത്തിൽ എത്രയെല്ലാം നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും വീണ്ടും വീണ്ടും അവൻ അതിരുകൾ മാന്തിയും വെട്ടിപ്പിടിച്ചും കള്ളക്കടത്തുകൾ, കരിഞ്ചന്തകൾ എന്ന് വേണ്ട കള്ളനോട്ടടി, കൊലപാതകം ഇതെല്ലാം നടത്തിയാണെങ്കിലും വീണ്ടും വീണ്ടും എന്തെല്ലാമോ ഒക്കെ വാരിക്കൂട്ടുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം അധിവസിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞ വാക്യം എത്രയോ ശ്രദ്ധേയമാണ്. 62-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്, പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. നമുക്കറിയാം, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി BC 300 കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഏതാണ്ട് ലോകം മുഴുവനും, ഇന്ത്യ ഉൾപ്പെടെ അദ്ദേഹം കീഴടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എങ്കിലും താൻ സംതൃപ്തനായി അല്ലായിരുന്നു. ഏതാണ്ട് 33 വയസ്സ് ഉള്ളപ്പോൾ തന്റെ സ്വിമ്മിംഗ് പൂളിൽ താൻ നീന്തി കുളിച്ച്, അത് മാത്രമല്ല താൻ ഒരു വലിയ മദ്യപാനിയായിരുന്നു, മദ്യപിച്ച് മതോന്മത്തനായി പിന്നീട് ജ്വരം പിടിച്ച് താന് 33-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ തന്റെ മരണത്തിന് മുൻപ് താൻ ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഇതെല്ലാം, ലോക സാമ്രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചെങ്കിലും താനിതാ വെറും കൈയോടുകൂടെ പോവുകയാണ്. അതുകൊണ്ടാണ് തന്റെ ശവപ്പെട്ടിക്ക് 2 ദ്വാരമുണ്ടാക്കി തന്റെ ഇരുകരങ്ങളും ആ ശവപ്പെട്ടിയുടെ ഇരുവശങ്ങളിലുമായി വിരിച്ച് കൊണ്ടേ തന്നെ അടക്കണം എന്ന് താൻ പറയുവാനിടയായത്. ഇതെല്ലാം നേടിയെങ്കിലും താൻ ഒന്നുമില്ലാത്തവനായി കടന്നു പോകുന്നു എന്നതിന്റെ പ്രതീകമായി അപ്രകാരം തന്നെ കൊണ്ടുപോയി അടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ മറ്റൊരു കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. കാൽവറി ക്രൂശിൽ അതിദാരുണമായി ക്രിസ്തു മരിച്ചു. ക്രിസ്തു മരിച്ചതും 33-ാമത്തെ വയസ്സിലായിരുന്നു എന്നത് നാം ഓർക്കണം. എന്നാൽ ക്രിസ്തു അനേക കോടി ജനഹൃദയങ്ങളിൽ ഇന്നും താൻ ചക്രവർത്തിയായി വാഴുകയാണ്, വസിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പിയ ലേഖനം 2:10 പറയുന്നത്, യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കുകയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്നതാണ്. ഇവിടെ അലക്സാണ്ടർ ചക്രവർത്തി 33-ാമത്തെ വയസ്സിൽ തന്റെ ജീവിതം ഒന്നുമില്ലാത്തവനായി, അഥവാ താന് നശിക്കേണ്ടി വന്നെങ്കിൽ 33 തിരുവയസ്സ് വരെയും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കർത്താവ് താന് എന്നാൽ ഇവിടേക്ക് കടന്നു വന്നത് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി യാഗമാകേണ്ടിയിരുന്നു. 3-ാം നാൾ താൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് സ്വർഗോന്നതങ്ങളിൽ അധിവസിക്കുന്നു. അതെ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച കോടാനുകോടി ജനത്തെ ചേർക്കുവാൻ
അവിടുന്ന് എത്രയും വേഗം മടങ്ങി വരുന്ന ദൈവമാണ്. അതെ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വയ്പ്പീൻ എന്ന് ദൈവ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. എന്നാൽ നിത്യജീവന് വേണ്ടിയുള്ളത് കരുതിയില്ല എങ്കിൽ അവൻ സകല മനുഷ്യരിലും അരിഷ്ടനാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. അതെ, നിത്യതയ്ക്കായി ഒരുങ്ങാം. അതിനായി ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്.